രാത്രി കർത്താവിന്റെ മനസ്സിൽ തന്ന ചിന്ത എന്ന് പറയുന്നത് आज रात को प्रभु मेरे मन में दिया हुआ विचार ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ लूका 13 अध्याय का 10 से लेके 16 तक पढ़ेंगे तो ഒരു ശബത്തിൽ യേശു കർത്താവ് പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. एक सबत के दिन यीशु मसीह आराधनालय में 18 സംവത്സരം രോഗാത്മാവിനാൽ ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. वहाँ में 18 साल से रोग से पीड़ित एक कुबड़ी स्त्री थी. യേശു അവളെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. यीशु मसीह उसे चंगा करता वो वचन हम ഈ देख पाते രാത്രി हैं. ദൈവമക്കൾ വിശ്വസിക്കാൻ കഴിയണം. आज आप लोग विश्वास करना നമ്മുടെ ഏത് രോഗത്തെയും കർത്താവ് സൗഖ്യമാക്കും. हमारा कोई भी बीमारी हो प्रभु चंगा करेगा. കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. प्रभु से असंभव कुछ नहीं है. അനുസരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവകരം ശക്തമായിട്ടുണ്ട് എന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. अनुसरण करने वालों के लिए प्रभु का एक हाथ हमारे लिए कार्य करता है क्या करके आप लोग विश्वास करें. ഈ ഭാഗം നമുക്ക് നന്നായിട്ട് പരിചയമുള്ളതും പല പ്രാവശ്യങ്ങൾ ആ വചനത്തിൽ നിന്ന് നമ്മൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ये भाग से कई बार मैं प्रचार किया हुआ परिचित वचन है. ഈ 18 സംവത്സരം പറയുന്ന ഈ ഒരു കണക്ക് ये 18 साल बोले तो അടിമത്വം അല്ലെങ്കിൽ അടിമ വേലയെ കുറിക്കുന്ന ഒരു സംഖ്യയാണിത്. गुलामी का एक संख्या बताता है. ഈ ഒരു സഹോദരിയുടെ ഈ 18 വർഷത്തെ ये स्त्री का 18 साल ചില അടിമ ശക്തികൾ തകരപ്പെടുകയായിരുന്നു. कुछ शक्ति उसे अधीन करके रख ചില करेगा. നാളുകൾ നമ്മളെ ബന്ധിക്കും പിശാച്. कुछ समय हमें बंधन में പക്ഷേ डालेगा. യേശുവിന്റെ നാമത്താൽ അത് അഴിയപ്പെടും. लेकिन यीशु के नाम से खुल ഈ जाएगा. ഉപവാസ പ്രാർത്ഥനയിലും ദൈവമക്കൾ വിശ്വസിക്കാൻ കഴിയണം. ये उपवास के प्रार्थना में आप लोग विश्वास करें. നമ്മളിൽ ദൈവത്തിന്റെ ഒരു പ്രസാദം തോന്നിയാൽ हम में प्रभु प्रसन्न होने से ഉറപ്പായിട്ടും ഒരു വിടുതൽ സംഭവിക്കും. जरूर एक छुटकारा होगा. ഉറപ്പായിട്ടും ഒരു ദൈവപ്രവൃത്തി നടക്കും. जरूर प्रभु का कार्य होगा. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ मैं ये वचन ध्यान करता എന്റെ था മനസ്സിനകത്ത് വന്ന ചില ചിന്തകൾ तब मेरे मन में आया कुछ ഈ विचार. 18 സംവത്സരവും ഈ ഒരു ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട ഒരു സഹോദരി 18 साल से ये दुष्टात्मा से ग्रसित ये स्त्री ഓർക്കുക, ആരാധനാലയത്തിന്റെ അകത്ത് കടന്നു വന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. वो आराधनालय में आती थी लगातार. ഇന്നലെ വരെ ആർക്കും ഇവളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. कल तक उसे कोई भी चंगा नहीं कर पाई. ഇന്ന് വരെ ആർക്കും അവിടെ രോഗം എന്താണെന്ന് പോലും ചോദിക്കാൻ പോലും മനസ്സില്ല. अभी तक कोई भी उससे पूछे भी नहीं कि तुम्हारा क्या बीमारी അവിടെ है. അവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല. उसका अवस्था जानकर उसके लिए प्रार्थना करने कोई नहीं ഇനി था. ഒത്തിരി ആ ഭാഗം എന്റെ മനസ്സിനെ ചിന്തിപ്പിച്ചു. वो भाग मुझे बहुत सोचने में मजबूर किया. പക്ഷേ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ എതിർക്കാൻ ആളുണ്ടായിരുന്നു. लेकिन वो चंगे हो जाने के बाद उसका विरोध करने के लिए लोग थे. വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ നിരോധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. छुटकारा पाने के बाद यीशु को रोकने वाले लोग थे. ഇവിടെ ദൈവമക്കൾ തിരിച്ചറിയേണ്ട ചില സത്യങ്ങൾ. लेकिन परमेश्वर के लोग समझने वाली कुछ सच्चाई है. യഹൂദന്മാരുടെ ആരാധന ദിവസമായിരുന്നു ശബത്ത് എന്ന് പറയുന്നത്. सबत बोले तो यहूदियों का आराधना का दिन है. സാധാരണഗതിയിൽ അവർ ജോലികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ലാത്ത ഒരു ദിനം. उस दिन में वो लोग साधारण और कुछ काम नहीं करते പക്ഷേ ആ ശബത്തിലാണ് സൗഖ്യം നടക്കുന്നത്. वो सबत के दिन इसे चंगा करते. എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട് ശബത്ത് നാളുകളിൽ. सबत के दिन में कितना ही लोगों को प्रभु चंगाई दिया है. അനേക വിടുതലുകൾ ശബത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. अनेक छुटकारा प्रभु सबत के दिन किया है. എന്നാൽ ഈ ഒരു വിടുതൽ മുൻപിൽ വന്നപ്പോൾ ये एक छुटकारा जब सामने आया था, കാലങ്ങളായിട്ട് ആരാധനാലയത്തിൽ കടന്നു പോകുന്നവൾ सालों से वो आराधनालय जाती है. അവിടെ അവസ്ഥ ആരും ചോദിച്ചു കാണത്തില്ല. उसका अवस्था कोई भी पूछे नहीं നമ്മൾ होंगे. ആ ഒരു സഹോദരിയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയാൽ वो बहन का अवस्था थोड़ा सोच कर देखिए. 18 കൊല്ലമായിട്ട് രോഗമാണ്. 18 साल से बीमार है. എന്ന് പറഞ്ഞാൽ സാധാരണ രോഗമല്ല, साधारण बीमारी नहीं, ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. दुष्टात्मा के द्वारा वो बंधन में. പിശാചിനാൽ വരുന്ന രോഗങ്ങളാണ്. कुछ जो है शैतान लेके आने वाला बीमारी होता है. ദുരാത്മാവ് കൊണ്ടുവരുന്ന രോഗങ്ങൾ. दुष्टात्मा लाने वाली बीमारी होता ഇതിനെ है. ദൈവമക്കൾ തിരിച്ചറിഞ്ഞു വേണം ട്രീറ്റ്മെന്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും. इसे हमें समझकर उसका ट्रीटमेंट करना चाहिए. ദുരാത്മാവ് വെളിപ്പെടുന്ന രോഗത്തെ दुष्टात्मा प्रकट होने वाले ഒരു बीमारी വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ പറ്റുകയില്ല. कोई भी वैद्य उसे चंगा नहीं कर അത് सकता है. ക്രിസ്തുവിന്റെ വചനത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. वो मसीह के वचन के द्वारा ही होगा. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മാത്രമേ ഒക്കത്തുള്ളൂ. अभिषेक के द्वारा ही होगा. ബൈബിൾ പഠിക്കുമ്പോഴും 4-5 വിധ രോഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. बाइबल पढ़ेंगे तो 4-5 तरह का बीमारी ഒന്ന് देख पाएंगे. പ്രകൃതി
പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്ന രോഗം. एक प्राकृतिक रूप से होने അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു, കർത്താവ് അവിടെ പനിയെ ശാസിക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു. पतरस के सास बीमार से बुखार से पीड़ित है, मसीह उसको चंगा करता है. അത് പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്ന രോഗമാണ്. वो प्राकृतिक रूप से होने वाली है. രണ്ടാമത്തെ രോഗം എന്ന് പറയുന്നത് സാത്താൻ കൊണ്ടുവരുന്ന രോഗം. दूसरा शैतान लेके आने वाला बीमारी. അതിലൊരു വ്യക്തിയാണ് ഈ ഒരു കൂനിയായ സ്ത്രീയുടെ മേൽ ദുരാത്മാവായിരുന്നു. उसमें एक जन है, ये कुबड़ी स्त्री. അത് രോഗാത്മാവ് എന്നാണ് അതിന് പറയുന്നത്. वहाँ में बताए रोग का आत्मा. സാധാ രോഗങ്ങളല്ല, साधारण बीमारी. രോഗാത്മാവ് ബാധിച്ചവളാണ്. रोग का आत्मा उसे पीड़ित അങ്ങനെ ഒരു किया था. ദുരാത്മാവ് ഇന്നുമുണ്ട്. ऐसा एक दुष्ट आत्मा आज भी है. മനുഷ്യനെ വലയ്ക്കുന്ന ആത്മീക സന്തോഷത്തിലേക്കോ ദൈവകൃപയിലേക്കോ ദൈവിക അനുഭവങ്ങളിലേക്കോ വരുത്താതെ ബന്ധിക്കുന്ന രോഗം. मनुष्य को आत्मिक आनंद में नहीं पहुंचाता, ऐसा बांध देते वाली बीमारी. നമ്മൾ 12 സംവത്സരം രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീ 12 साल से लहू बहने वाला स्त्री. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോൾ यीशु का वस्त्र का छोर छुई तक അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, वहाँ लिखा है ശക്തി പുറപ്പെട്ടു, यीशु से सामर्थ्य निकला. ബാധ ഒഴിഞ്ഞവളായി എന്നെഴുതിയിട്ടുണ്ട്. वो अपने शरीर में समझ गई और स्वस्थ हो गई. ഇവിടെ ശരീരത്തെ ബന്ധിച്ച രോഗം എന്ന് പറയുന്നത് उसका शरीर को बांधा हुआ बीमारी ദുരാത്മാവ് തന്നെയായിരുന്നു. दुष्ट आत्मा था. അതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളോട് പറയാൻ, ചില രോഗങ്ങളെ തിരിച്ചറിയണം. इसलिए परमेश्वर के लोग कुछ जो है रोग को हमें ചില समझना है. സന്ദർഭങ്ങളിൽ മാത്രം നമ്മളെ തകർക്കുന്ന അനുഭവങ്ങൾ. कुछ समय में हमें एकदम बेकार तरह बना देते എന്നാൽ हैं. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടതിനെ പ്രാർത്ഥിക്കണം. उसे समझकर हमें प्रार्थना करना है तो करना है. ശക്തി ഏറ്റെടുക്കണം. प्रभु का शक्ति प्राप्त करना है तो प्राप्त करना है. ദൈവികമായ വചനത്താൽ വെളിപ്പെടേണ്ട വിടുതലുകൾ വചനത്താൽ തന്നെ വിടുതൽ വെളിപ്പെടണം. वचन से छुटकारा होना तो वचन से ही प्रकट होना है. ഓർക്കുക, അപ്പോൾ പിശാച് കൊണ്ടുവരുന്ന രോഗങ്ങളുണ്ട്. शैतान लेकर आने वाली बीमारी है. മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് പാപം ചെയ്തിട്ടുണ്ടാകുന്ന രോഗം. तीसरा पाप करने से होने वाली बीमारी. നമുക്കറിയാം, 4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. 4 जन एक लकवे के रोगी को यीशु के पास लेके आते हैं. യേശു ഇരുന്നിടത്തേക്ക് നേരെ ഡയറക്റ്റ് കൊണ്ടുവരാൻ കഴിയാതെ തിക്കും തിരക്കുമായതുകൊണ്ട് അവർ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ സമീപത്തേക്ക് ഇവനെ ഇറക്കി. यीशु के पास डायरेक्ट आ नहीं पाते, उतना भीड़ भाड़ है करके वो घर का छत खोलकर यीशु के पास लाते ഈ हैं. 4 പേരുടെയും ആഗ്രഹം ये चारों जन का चाहत है യേശുവിന് സൗഖ്യം കൊടുക്കണം. यीशु इसे चंगा करना. യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഇറക്കിയവനെ यीशु के पास में इसे उतार दिया. യേശു കർത്താവ് രോഗം സൗഖ്യമാകട്ടെ എന്നല്ല പറഞ്ഞത്. यीशु मसीह तेरा रोग चंगा हो ऐसा नहीं ഈ कहा. പക്ഷപാതക്കാരനോട് കർത്താവ് പറഞ്ഞത്, ये लकवे के रोगी से मसीह മകനെ, कहा, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു, पुत्र तेरा पाप मैं क्षमा किया हूँ, സൗഖ്യത്തോടെ നീ എഴുന്നേറ്റുകൊള്ളുക. चंगा होकर चला जा. ചില രോഗങ്ങൾ പാപത്തിന്റെ ഫലമാണ്. कुछ रोग पाप के फल होता है. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ जो करना नहीं करते, ചെയ്യരുതാത്തത് ചെയ്തുകൊണ്ട് जो नहीं करना वो करते हैं. ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ മനസ്സിലാക്കാതെ അത് വിട്ടുമാറുന്ന वचन का व्यवस्था को छोड़कर पीछे हट जाते हैं. പാപത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന पाप में फंसे हुए रहते हैं. ജീവിതങ്ങളിൽ വെളിപ്പെടുന്നതാണ് ഈ രോഗം. ऐसे लोगों में प्रकट होता है ഇനി ये ഓർക്കുക, बीमारी. കുറച്ചും കൂടെ ഒന്ന് ആഴത്തി പറഞ്ഞാൽ, और गहराई से मैं कहता हूँ, പ്രാർത്ഥിക്കാതിരുന്നാലും പാപം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. प्रार्थना नहीं करने से भी पाप करने का अवस्था है. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ, प्रभु के द्वारा चुने हुए परमेश्वर के लोग, ഏതൊരു വിശ്വാസിയും कोई भी विश्वासी ദൈവസനെ പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. परमेश्वर के सानिध्य में प्रार्थना करने के लिए नियुक्त ഒരു है. പ്രാർത്ഥനയുടെ തലം ദൈവമക്കളെ നമ്മുടെ മേലുണ്ട്. एक प्रार्थना का एक अनुभव हमें അത് है. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണത്. वो हमारे ऊपर प्रभु रखा हुआ व्यवस्था है. ശമൂവേൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, शमूएल भविष्यद्वक्ता कहता ഞാൻ है, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ मैं तुम्हारे लिए प्रार्थना ഞാൻ ना करूं तो യഹോവയോട് പാപം ചെയ്യുന്നു. मैं यहोवा से पाप करता हूँ. ഓർക്കുക, നാം പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യുകയാണ്. याद करें, हम लोग प्रार्थना नहीं करते तो पाप करते हैं. നമുക്കല്ലാത്തതിനൊക്കെ ഒത്തിരി സമയങ്ങൾ നമുക്കുണ്ട്. और काम के लिए हमारे पास बहुत നമ്മൾ समय പല है. കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട്. और सारे कार्य हम करते പക്ഷേ हैं, നമ്മൾ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ लेकिन हम प्रार्थना नहीं करते എന്താണ് तो പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? क्या प्रार्थना हमें करना നമ്മൾ है? സാധാരണഗതിയിൽ എല്ലാവരും അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത്.
പ്രാർത്ഥന. साधारण रूप से प्रभु सबको आशीष करना बोल के प्रार्थना करके നമ്മുടെ समाप्त वो नहीं है। പ്രാർത്ഥനയ്ക്കകത്ത് യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ നമ്മളിൽ വേണം. हमारे प्रार्थना में यीशु मसीह सिखाया हुआ प्रार्थना का अनुभव होना चाहिए। അല്ലാത്തതൊന്നും പ്രാർത്ഥനയല്ല ദൈവമക്കളെ. उसके अलावा कुछ भी प्रार्थना नहीं है। അതുകൊണ്ട് അത് ചൊല്ലിയാൽ പ്രാർത്ഥനയാകുകയില്ല. इसलिए वो बोलने से प्रार्थना അത് नहीं होगा। ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതത്തിൽ വചനത്തെയും ആത്മീക അനുഭവങ്ങളെയും മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായി മാറുകയാണ്. वो जीवन में पालन करते हुए परमेश्वर के वचन को थामते हुए हम रहने से जो प्रभु हमें स्थिर रखेगा। ഏറ്റു പറയേണ്ടതിന് ഏറ്റു പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. जो हमें अंगीकार करने अंगीकार करके ദൈവസന്നിധിയിൽ ചിലത് സമ്മതിച്ചു വേണം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ. प्रभु के सन्निधि में अपने गलतियों को जो ഈ ചില अंगीकार സന്ദർഭങ്ങളിൽ करना നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. है। इस समय हम प्रार्थना करने नहीं നിങ്ങൾ വെയിറ്റ് चाहते। ചെയ്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. आप इंतजार करें, पवित्र आत्मा आपके द्वारा प्रार्थना कराएगा। അതിനും നാം വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. उसके लिए भी हमें बाट जोना है। അതിനും നമ്മൾ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. उसके लिए बाट जोना है कि पवित्र आत्मा मेरे द्वारा प्रार्थना कराना है। അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് പാപം ചെയ്യുന്നില്ല. ऐसे प्रार्थना करने वाले प्रभु से पाप नहीं എന്നാൽ करते हैं। പ്രാർത്ഥിക്കാത്ത ഒരുവൻ लेकिन नहीं प्रार्थना करने ശമൂവേല് वाले, പറയുന്നു, शमूएल कहता है പ്രാർത്ഥിക്കാത്തവൻ പാപം ചെയ്യുകയാണ്. जो पाप प्रार्थना नहीं करता वो पाप करता ദൈവമക്കൾ है। മനസ്സിലാക്കുക, परमेश्वर के लोग നമ്മുടെ समझ, ശരീരത്തിന്റെ ചില രോഗങ്ങൾ हमारे शरीर के कुछ बीमारी ഇപ്പകൾ നിങ്ങൾ തിരിച്ചറിയണം. आज आप लोग समझना നിങ്ങൾ है। എത്ര സമയം ദൈവസന്നിധിയിൽ ദൈവത്തോട് സംഭാഷിക്കുന്നുണ്ട്. आप कितना समय तक प्रभु से बात करते हैं। പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. प्रार्थना बोले तो हम प्रभु से बात करते നമ്മുടെ हैं। ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുന്നു. हमारी आवश्यकता को स्तुति के साथ प्रभु നമ്മുടെ को ഭാരങ്ങൾ बोलते हैं। ദൈവത്തോട് ഷെയർ ചെയ്യുന്നു. हमारे दुखों को प्रभु से शेयर करते നമ്മളോട് हैं। പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുടെ വിഷയം കൂടെ നാം ഷെയർ ചെയ്യുന്നു. हमसे जो प्रार्थना मांगे उनका विषय भी प्रभु ഒരു से ദിവസം बोलते മുഴുവൻ हैं। നടത്തിയ ദൈവത്തിന് നമ്മൾ സ്തോത്രം അർപ്പിക്കുന്നു. एक दिन पूरा चलाए और प्रभु को हम धन्यवाद देते हैं। ഒരു ദിവസം രാത്രി മുഴുവൻ ഉറങ്ങാൻ തന്ന ഉറക്കം തന്ന ദൈവത്തിന് പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്ത് നാം പ്രാർത്ഥിക്കുന്നു. एक दिन रात को हमें अच्छा नींद दिया, वो प्रभु को याद करते हुए सुबह हम प्रभु को धन्यवाद देते हैं। ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. हम लोग प्रार्थना करने वाले നാം बनना है। പ്രാർത്ഥിക്കുന്നെങ്കിലും ബാക്കി എല്ലാ കാര്യം നാം ചെയ്യുന്നുണ്ടെങ്കിൽ हम लोग प्रार्थना नहीं करते, बाकी सब ബാക്കി कुछ എല്ലാ करते हैं। കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. बाकी सारे कार्य हम करते പക്ഷേ हैं, പ്രാർത്ഥിക്കാത്തവൻ പാപം ചെയ്യുകയാണ്. लेकिन प्रार्थना नहीं करने वाला पाप നമ്മുടെ करता है। ശരീരത്തിന് രോഗങ്ങൾ വർദ്ധിച്ചു വരും. हमारे शरीर में बीमारी बढ़ता है। നമ്മുടെ ശരീരത്തെ പിശാച് ബന്ധിക്കുക മാത്രമല്ല, हमारे शरीर को शैतान बांधता सिर्फ नहीं, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാത്തവനും പാപത്തിനകത്ത് കുടുങ്ങി കിടക്കുന്നു. परमेश्वर की सन्निधि में जो प्रार्थना नहीं करता पाप में फंसा हुआ रहता है। പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ, प्रार्थना करने वाला ദൈവത്തോട് സംഭാഷിക്കുന്നവൻ, प्रभु से बात करता है, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ, प्रभु की आवाज सुनता है, ദൈവസന്നിധിയിൽ കാര്യങ്ങളെ പറയുന്നവൻ, प्रभु से आवश्यकता बताता है, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കുന്നവൻ, पवित्र आत्मा की इच्छा के अनुसार അവനെ प्रार्थना ആരും करता है। വളർത്തേണ്ട ആവശ്യമില്ല. उसे कोई बढ़ाने की അവൻ आवश्यकता नहीं, തനിയെ ആത്മാവിൽ വളർന്നു വരും. वो अपना ही आत्मा में അവന്റെ മേൽ बढ़ेगा। പകരപ്പെടുന്ന അഭിഷേകം മറ്റുള്ളവരിലേക്ക് ചലിക്കാൻ തുടങ്ങും. उसके ऊपर उड़ेलने वाला अभिषेक दूसरों में कार्य അവന്റെ മേൽ करेगा। പകരപ്പെട്ട ദൈവകൃപ മറ്റുള്ളവരിലേക്ക് വ്യാപരിച്ചു തുടങ്ങും. उसके ऊपर उड़ेला हुआ प्रभु का अनुग्रह दूसरों में ആത്മാവ് ഇടപെട്ട് बटेगा। തുടങ്ങും. आत्मा नियंत्रण करेगा, ദൈവം സംസാരിച്ചു തുടങ്ങും. प्रभु बात करेगा, അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കപ്പെടുക. वहाँ हम उपयोग होते हैं। देता हूं। ആത്മാവ് ഉപയോഗിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തോണം. आत्मा उपयोग करने के लिए समर्पित करना है, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. पवित्र आत्मा के लिए सौंप कर दे। പക്ഷെ ദൈവം ഇരുത്തി പഠിപ്പിച്ചൊരു കാര്യം, लेकिन परमेश्वर मुझे एक बात എടാ सिखाया, കുഞ്ഞ്, നിന്നെ ആരും വളർത്തത്തില്ല. अरे बच्चे तुम्हें कोई बढ़ाएगा नहीं, പക്ഷെ നിന്റെ മേൽ ഒരു ശുശ്രൂഷയുണ്ട്, നിന്നെ തളർത്താൻ പറ്റുകയില്ല. लेकिन तेरे ऊपर एक सेवकाई है तो कोई भी तुम्हें नीचे नहीं कर നിന്നെ सकता। വളർത്താത്തത് പലരുണ്ട്. तुम्हें नहीं बढ़ाने वाला बहुत പക്ഷെ लोग हैं, നിനക്കൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, तुझ में एक सेवकाई है तो, നിനക്കൊരു അഗ്നിയുടെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, तुझ में अग्नि का अभिषेक है നിനക്കൊരു तो, അനോയിന്റിംഗ് ഉണ്ടെങ്കിൽ, तुझ में एक अभिषेक है നിന്നെ तो, ഇരുത്താൻ പറ്റുകയില്ല. നിന്റെ അടുക്ക ജനം വരും, कोई भी तुझे रोक नहीं पाएगा, लोग तेरे पास നിന്നെ आएंगे, തേടിയെത്തും, तुझे ढूंढ कर आएंगे, നിന്നെ വിളിച്ചു കേൾക്കും, तुझे बुला कर നിന്നെ आएंगे, വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. तुझे बुला कर प्रार्थना അപ്പോഴാ करेंगे। എനിക്ക് അതിന്റെ ആഴം മനസ്സിലായേ. अभी मैं उसका गहराई എനിക്ക് समझा, അതിന്റെ ആഴം മനസ്സിലായി. उस समय उसका ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. वो सब ट्रेनिंग का समय എന്നെ था। തമ്പുരാൻ ഇരുത്തി പഠിപ്പിച്ച പാഠങ്ങളുണ്ട് ഒത്തിരി. मुझे प्रभु सिखाया हुआ पाठ, എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ഇവിടെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, कई बार मैं यहाँ बोला हूँ, എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി ഞാൻ
ആലയത്തിന്റെ അകത്ത് കയറി മുട്ടുമടക്കും. सब लोग सोने समय मैं आलय के अंदर जाके गुड़ी के का ആ है. പ്രാർത്ഥനയ്ക്കകത്ത് കിട്ടുന്ന വെളിപ്പാട് ഭയങ്കരവാ. वो प्रार्थना में मिलने वाला प्रकाशन अलग है. നിന്നെ നടത്താൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാ പറയും. आज भी चलाने सक्षम है पवित्र आत्मा ഞാൻ ഇന്ന് बोलता പകൽ है. ഉപയോഗിക്കപ്പെടാൻ കൊതിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ ഇവിടെ ഉണ്ട്. उपयोगी होने के लिए चाहने वाले परमेश्वर के ഞാൻ लोग यहाँ നിങ്ങളോട് हैं. പറയാം, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അധികാരം പകർന്നാൽ, आपके ऊपर प्रभु अधिकार നിങ്ങളുടെ देने മേൽ से, തമ്പുരാൻ ഒരു ശുശ്രൂഷയിട്ടാൽ आपको प्रभु एक सेवकाई देने से തളർത്താൻ ആർക്കും പറ്റത്തില്ല. कोई भी उसे रोक नहीं ഒരുപക്ഷെ पाएगा. ചിലതിനെ വളർത്താതിരിക്കാൻ പറ്റുമായിരിക്കാം, कुछ लोग बढ़ाने അവസരം തരാതിരിക്കാൻ ഒക്കുമായിരിക്കാം. अवसर नहीं दे सकते പക്ഷെ होंगे. തമ്പുരാന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെട്ടാൽ प्रभु का अनुग्रह आप में है നിന്നെ तो തളർത്താൻ ഒരുത്തനെയും ദൈവം സമ്മതിക്കത്തില്ല. कोई भी आपको थका नहीं सकता. എന്റെ പ്രാർത്ഥനയുടെ ചാലുകൾ മാറി. मेरा प्रार्थना का रूट बदल गया. രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. रात को मैं अकेले बैठ के प्रार्थना करता. എല്ലാവരും കിടന്ന് വിശ്രമിക്കുമ്പോൾ सभी लोग सोते थे, ഞാനിരുന്ന് കരയും, मैं अकेले बैठ के रोता. ഞാനിരുന്ന് പ്രാർത്ഥിക്കും. मैं प्रार्थना करता. പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ ചില വെളിപ്പാട് തരും. प्रार्थना करता, प्रभु कुछ അത് प्रकाशन देता. പൊട്ടത്തരമാണല്ലോ എന്ന് വിചാരിച്ച് ആരോടും പറയത്തില്ല. वो मूर्खता है सोच के मैं बताता പക്ഷെ नहीं था. പിന്നീട് കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങി. लेकिन बाद में प्रभु मुझसे बोलने के लिए പിന്നീട് എനിക്ക് जबरदस्ती किया. മനസ്സിലായത് നിന്നെ തളയ്ക്കാൻ ആർക്കും പറ്റുകയില്ല. फिर मैं समझा हमें कोई नहीं रोक पाएगा. ഉയരത്തിനൊരു അഭിഷേകം വന്നാൽ ऊपर से एक अभिषेक ഞാൻ आने ദൈവമക്കളോട് से പറയും, ഇവിടല്ലേ മറ്റൊരിടത്ത് ഉപയോഗിക്കപ്പെടുമെന്ന്. यहाँ नहीं तो और कहीं में उपयोग होगा. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ प्रभु का अभिषेक आप में ഇവിടല്ലേ है तो മറ്റൊരു നിലവാരത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. यहाँ नहीं तो और कहीं में प्रभु आपको ഞാൻ उपयोग പറയാം, करेगा. ഒരിടത്ത് തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ആരും വാശിയും പിടിക്കണ്ട. एक ही जगह इस्तेमाल करने करके ആത്മാവ് अपने विनाश नहीं നിയോഗിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ വിധേയപ്പെടുത്തിയാൽ करना. आत्मा नियुक्ति देने के अनुसार हम अपने आप को दीन നമ്മളെ करना है. സ്വർഗത്തിൽ അപ്പൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. हमें स्वर्ग का परमेश्वर उपयोग. മക്കളോട് ഞാൻ പറയാം, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ശുശ്രൂഷയുള്ളവരായി മാറും. ये उपवास के प्रार्थना में यहाँ बैठे वाले सभी लोग सेवक बनना है. നിനക്കൊരു പ്രവചനം ഉണ്ടെന്നറിഞ്ഞാൽ आप में एक भविष्य തേടി സ്വർഗം ചിലതിനെ അയക്കും. कुछ लोगों को ढूंढ कर कुछ लोग കാരണം आएंगे. ദൈവമക്കളെ ചില വിഷയത്തിൽ നമ്മൾ തൊട്ടാലേ വിടുതൽ നടക്കത്തുള്ളൂ. कुछ विषयों में हम छूने से ही छुटकारा അത് होगा. ദൈവം ചിലതിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. वो कुछ लोगों के लिए प्रभु लिख कर ഞാൻ रखा പറയാം, ചില है. കുടുംബത്തിൽ തമ്പുരാൻ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുക. कुछ परिवार में प्रभु रोक के रखा हुआ ബിജു है. പാസ് പ്രാർത്ഥിച്ചാലേ വിടുതൽ നടക്കൂ. बीजू पास प्रार्थना करने से ചിലതിൽ छुटकारा എഴുതി होगा. വെച്ചിട്ടുണ്ട് സ്റ്റാൻലി പ്രാർത്ഥിച്ചാലേ വിടുതൽ നടക്കൂ. कुछ बातों में लिखा है स्टैनली ചിലതിൽ എഴുതി प्रार्थना से വെച്ചിട്ടുണ്ട് होगा. ജോഷി പ്രാർത്ഥിച്ചാലേ വിടുതൽ നടക്കൂ. कुछ में लिखा है जोशी प्रार्थना करने से ദൈവം होगा. ചില വ്യക്തികളിലും ചില കുടുംബങ്ങളിലും ചില ദേശങ്ങളിലും ചിലത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. परमेश्वर कुछ लोगों में कुछ व्यक्तियों में कुछ प्रिंट करके रखा हुआ है. ഇത് കിട്ടുന്നതാ റെവലേഷൻ. ये मिलने वाला है ഈ ഒരു प्रकाशन. വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആള് ചേഞ്ച് ആകും. ये ദൈവമക്കൾ एक प्रकाशन हम पाने से हम बदल പിന്നെ നമ്മൾ जाएंगे. 4 കെട്ടിനകത്ത് ഒതുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. फिर हमें 4 दीवारी में कोई रोक നമ്മളെ नहीं पाएगा. കെട്ടിപ്പൂട്ടാൻ ആരെയും ദൈവം അനുവദിക്കത്തുമില്ല. कोई भी हमें बांध नहीं पाएगा. നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം അത് ദേശാന്തരമായി അത് വ്യാപിക്കാനിടയാകും. हम में उंडेला हुआ अभिषेक देश देश में फैलता വൻ जाएगा. കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. महान कार्य प्रभु करेगा. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതാർക്ക് തടുക്കാൻ പറ്റുക. पवित्र आत्मा हमें उपयोग करने से कोई भी रोक नहीं पाएगा. എന്നത് മൂന്നാമത്തെ രോഗമാണ്. मैं बोला तीसरा बीमारी, പാപം ചെയ്തിട്ടുണ്ടാകുന്ന രോഗം. पाप करने से होने वाली बीमारी. ഓർക്കുക, പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാപം ചെയ്യുന്നു. प्रार्थना नहीं करने से पाप करते हैं വേറെ ഒരു തെറ്റും ചെയ്യണ്ട. और कोई बुरा काम करने की ഞാൻ आवश्यकता नहीं. നിങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിച്ചില്ലെങ്കിൽ हम और आप परमेश्वर की सन्निधि में प्रार्थना ദേഷ്യപ്പെട്ട് नहीं നിങ്ങൾ करने से, കിടന്നുറങ്ങിക്കോ. आप नाराज होकर सोने से, നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഭാരത്താ കിടന്നുറങ്ങിക്കോ. आप कुछ दुख के साथ लेटने से, ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ आप प्रभु से बात नहीं करते हो നീ तो ദൈവത്തോട് പാപം ചെയ്യുന്നു. आप प्रभु से पाप करते ഞാൻ हैं. പറയാം, അതൊരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ല. वहां में किसी तरह का कॉम्प्रोमाइज नहीं അത് है. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് കുഴപ്പങ്ങളാ. अगले दिन हम ऐसे उठने से कहीं ना कहीं तकलीफ होगा. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവന് കുഴപ്പങ്ങളില്ലെന്നല്ല പറയുന്നത്. प्रार्थना करने वाले को तकलीफ नहीं है करके नहीं, പ്രാർത്ഥിക്കുന്നവന് കുഴപ്പങ്ങൾ വന്നാലും പരിഹരിക്കുന്നവൻ കൂടുണ്ട്. प्रार्थना करने वाले को तकलीफ आने से भी उसमें हल निकालने वाला साथ है. പ്രാർത്ഥിക്കാത്തവന് കുഴപ്പങ്ങൾ വന്നാൽ प्रार्थना नहीं करते उसको तकलीफ आने से അതിനകത്ത് ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ. उसमें एक ही निवारण है. ദൈവസന്നിധി
ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക, प्रभु के सन्निधि में समर्पित करें, ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. प्रभु के सन्निधि में सौंप दें. എന്നിട്ട് ദൈവമേ എന്റെ പ്രാർത്ഥന കുറവിനെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടണം. प्रभु मेरे प्रार्थना की कमी को मुझसे क्षमा कर बोल के प्रभु के साथ में अच्छा संबंध बनाना है. അപ്പോൾ നമ്മൾ പാപം ചെയ്തിട്ട് രോഗങ്ങൾ വരും. हम लोग पाप करने से बीमारी होती है. 38 വർഷം കുളക്കരെ കടന്ന മനുഷ്യനും ചെയ്ത തെറ്റ് പാപമായിരുന്നു. 38 साल से कुंड के पास था वो मनुष्य भी पाप किया था. 38 വർഷം ഇവൻ അനുഭവിക്കേണ്ടി വന്ന ക്ലേശം 38 साल वो अनुभव करने वाला क्लेश പാപത്തിന്റെ ഫലമായിരുന്നു. पाप का फल था. യേശു അവനെ സൗഖ്യമാക്കി. यीशु उसे चंगा किया. സൗഖ്യമാക്കിയിട്ട് പിന്നെ ഇവനെ കാണുമ്പോൾ चंगा करने के बाद इसे देखता है. കർത്താവ് അവനെ അരികെ വിളിച്ചിട്ട് പറയുകയാണ്, प्रभु उसे करीब बुलाकर എടാ കുഞ്ഞെ നീങ്ങി വന്നേ, उसे करीब बुलाता ദേ है. നിനക്ക് സൗഖ്യമായല്ലോ, तू चंगा हो गया. ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. और अधिक विपत्ति तुझ में ना पड़ने के लिए पाप नहीं അപ്പൊ करना. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ ക്ലേശം വന്നതിന്റെ കാരണം പാപമാ. कल तेरे जीवन में एक क्लेश आने का कारण पाप है. ഇനി നീ പാപം ചെയ്താൽ और तू पाप करने से ഈ വന്നതിനേക്കാൾ വലുത് നിനക്ക് വരും. अभी आया उससे भी अधिक നീ विपत्ति അനുഭവിച്ച आएगा. വ്യഥയേക്കാൾ കൂടുതൽ നീ അനുഭവിക്കും. तू अनुभव किया उससे भी अधिक विपत्ति आएगा. അപ്പോൾ ദൈവിക വിടുതൽ കിട്ടിയവൻ എത്രത്തോളം ദൈവസന്നിധി നിലനിൽക്കണം എന്ന് ഓർത്തോണം. प्रभु का छुटकारा पाया हुआ प्रभु के सन्निधि में कितना स्थिर रहना है. കുഞ്ഞു കളിക്കാൻ പറ്റുകയില്ല, वहाँ में खेल नहीं पाएंगे, ഉഴപ്പാൻ പറ്റുകയില്ല. वहाँ में आलस्य नहीं कर ദൈവം पाएंगे. വിടിവിച്ചവൻ, प्रभु छुड़ाया है. ദൈവം വിടുതൽ തന്നവൻ प्रभु छुटकारा दिया ഇനി है. പാപത്തിനകത്ത് സ്റ്റെപ്പ് വെക്കരുത്. अभी पाप में कदम मत നിന്റെ रखना. പ്രാർത്ഥന വർദ്ധിപ്പിക്കണം, आपका प्रार्थना നിന്റെ बढ़ना है. വിശ്വസ്തത വർദ്ധിപ്പിക്കണം. आपका सच्चाई बढ़ना है. ദൈവവചനവുമായി നിന്റെ പറ്റുമാനങ്ങൾ നീ വർദ്ധിപ്പിച്ചെടുക്കണം. वचन ध्यान करने में अधिक समय बिताना. അങ്ങനെ വർദ്ധിപ്പിച്ചെടുത്താൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ വിടുതൽ നിലനിൽക്കും. ऐसे बढ़ाएंगे तो ये छुटकारा आप में स्थिर रहेगा. ഇല്ല, നീ ഉഴപ്പിയാൽ नहीं, अगर आलसी के समान रहने से പണ്ടത്തേതിനേക്കാൾ വന്നു കയറും. पहले था उससे भी ഇന്ന് अधिक രാത്രി होगा. ഞാൻ ദൈവമക്കളോട് ശക്തമായി പറയാം, आज रात को मैं सामर्थ्य ഉഴപ്പല്ല कहता हूं, ഉഴപ്പിയാൽ യമൻ പണ്ടത്തേതിനേക്കാൾ വന്നു കയറും. आलस्य ना बने. आप नहीं हो तो पहले से भी പിന്നെ अधिक അതിനെ विपत्ति आएगा. കർത്താവ് നടക്കടാ എടുക്കടാ പിടിക്കടാ എന്നൊന്നും കർത്താവ് പറയത്തില്ല. उसके बाद में प्रभु ऐसा नहीं बोलेगा चलो उठो. അവൻ ചെയ്യുന്ന തെറ്റുകൾ ചുമക്കേണ്ടി വരും. പിന്നെ अपना अपना करने वाला गलती अपना ढोना അതുകൊണ്ട് पड़ेगा. ദൈവമക്കൾ മറന്നു പോകരുത്, പാപം ചെയ്താൽ രോഗം വരും. परमेश्वर के लोग भूलना मत, पाप करने से रोग आएगा. അതിന് പാപക്ഷമ ലഭിക്കുക എന്നുള്ളതാണ് മെയിൻ. उसके लिए पाप का क्षमा पाना है. അവിടെ പ്രാർത്ഥനയല്ല ആവശ്യം, वहाँ प्रार्थना नहीं चाहिए, പാപക്ഷമ ലഭിക്കണം. पाप का क्षमा അത് चाहिए. ദൈവത്തിൽ നിന്ന് ലഭിക്കണം. वो प्रभु से मिलना है. അത് മനുഷ്യരുമായിട്ടുണ്ടെങ്കിൽ മനുഷ്യനിൽ നിന്ന് ലഭിക്കണം. अगर मनुष्य से किए तो ആ मनुष्य से मिलना है. നിലകളിൽ ദൈവമക്കൾ മുൻപോട്ട് പോയാൽ उस प्रकार हम आगे बढ़ने അതുകൊണ്ടാണ് से യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് വേണം ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. एक दूसरे के लिए कैसे प्रार्थना करना, पाप को आपस में जो है बोल के अंगीकार करके प्रार्थना करना. അവിടെ എന്ത് കിട്ടുമെന്ന്? രോഗശാന്തി. वहाँ में रोग का चंगाई. ഒരുത്തൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒന്നാണ് രോഗശാന്തി. पाप किया हो तो परमेश्वर से बोलकर क्षमा मांगकर प्रार्थना करने से वहाँ में चंगाई होता है. അപ്പോൾ അടുത്തത് പാപം ചെയ്തിട്ടുണ്ടാകുന്ന രോഗം. अगला पाप करके होने वाली ലാസ്റ്റത്തെ बीमारी. കാര്യം എന്ന് പറയുന്നത് आखिरी, കർത്താവിന്റെ തിരുമേശ പ്രാഗൽഭ്യത്തോടെടുത്തില്ലെങ്കിൽ बिना जो पवित्रता के लेने से അത് നമ്മളെ തന്നെ വിവേചിച്ചിട്ട് വേണം എടുക്കാൻ. वो अपने आप को परख कर लेना നമ്മുടെ है. വാഴ്ത്തപ്പെട്ട കർത്താവ് സഹിച്ച കഷ്ടതകൾ ചെറുതൊന്നുമല്ല. हमारा प्रभु सहा हुआ कष्ट छोटा नहीं है. ഇത് എല്ലാവർക്കും വന്ന് കയറി എടുക്കാനുള്ളതുമല്ല. ये सभी लोग आके हाथ नहीं बढ़ा ദൈവത്തിന്റെ सकते. വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമുള്ള അവകാശമാണ് ഇത്. परमेश्वर के वचन के अनुसार जीने वाले परमेश्वर के लोग ही उसमें भाग ले ദൈവത്തിന്റെ सकते हैं. വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ परमेश्वर के वचन के अनुसार जीने वाले ഇതിലേക്ക് കൈ നീട്ടിയാൽ ഇതൊരു അനുഗ്രഹമാണ്. इसमें हाथ बढ़ाने से वो आशीष है. അതനുസരിക്കണം. वो मानना है. അത് ജീവിതത്തിനകത്ത് പാപങ്ങൾ വരരുത്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. जीवन में पाप नहीं आना है, पाप को जो हमें छोड़ അപ്പൊ देना. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. तभी प्रभु का कार्य हम में प्रकट അപ്പൊ होगा. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുതൽ തരണമെങ്കിൽ पवित्र आत्मा हमारे लिए कुछ करना है, छुटकारा मिलना है. तो ഓർത്തോണം, കർത്താവിന്റെ തിരുമേശ നമ്മൾ എങ്ങനെ എടുക്കരുത്? ഉദാസീനതയോടെ എടുക്കരുത്. पवित्र प्रभु बोझ जो है उदासीनता के साथ नहीं लेना. നമ്മളെ തന്നെ വിവേചിച്ചിട്ട് വേണം എടുക്കുക. अपने आप को जांच कर ही लेना. अपने आप യേശു को परखना സഹിച്ച है. കഷ്ടതകളെ നാം ധ്യാനിക്കണം. प्रभु सहा हुआ कष्ट को हम ध्यान രണ്ടാമത് करना. നമ്മൾ ഇതിന് യോഗ്യരാണോ? उसके बाद हम इसके लिए योग्य है क्या? സോലം പറഞ്ഞത് ഏത് സഭയോടാണെന്ന് ഓർത്തു നോക്കണം. प्रेरित किस कलीसिया से कहा है? അതാ മെയിൻ.
എഫെസോസ് സഭയോടൊന്നും അല്ല പറഞ്ഞേ, इफिसुस की कलीसिया से नहीं, കൃപയുടെ അത്യുച്ച കോടിയിൽ നിൽക്കുന്ന കൊരിന്ത്യ സഭയോടാ പറഞ്ഞു. वरदान का उच्च कोटि में है वाला कोरिन्थी की कलीसिया से. കൃപകൾ എന്നൊക്കെ കൃപാവരങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടത് കൊരിന്ത്യ സഭയ്ക്കകത്തുനിന്ന്. क्या क्या वरदान है करके साबित किया कोरिन्थी की कलीसिया. അത്ര കൃപാവരങ്ങൾ ഉപയോഗിച്ച ഒരു സഭയാ കൊരിന്ത്യ സഭ. उतना वरदान को उपयोग किया हुआ कलीसिया है ആ സഭയോടാ അപ്പോസ്തലൻ പറഞ്ഞത്, वो कलीसिया से प्रेरित ഞാൻ है. കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും मैं प्रभु से पाया, നിങ്ങൾ കേൾപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ, तुम्हें जो सौंप के देते हैं, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. मसीह को दिखाया हुआ उस दिन वो रोटी लिया, धन्यवाद ഇത് देकर टुकड़े किया. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് ये പറഞ്ഞു. आपके लिए टूटने वाला मसीह का शरीर और लहू के लिए ആകയാൽ आपके लिए അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം इसलिए अयोग्य रूप से जो भी इससे पीते या खाते हैं, ശരീരത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരായി മാറും. शरीर के संबंध में दोषी ठहरते हैं. അതുകൊണ്ട് പലരും രോഗികളാകും, उसके कारण अनेक लोग रोगी होते അനേകർ हैं, ബലഹീനപ്പെടും, अनेक लोग बलहीन हो അനേകർ जाते हैं, നിദ്രയും കൊള്ളും. अनेक लोग मर जाते हैं. ആത്മീക ഗോളത്തിൽ ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ഒരു അനുഭവത്തിലാണ്. आत्मिक तो क्षेत्र में ज्यादा प्रकट है वाला बीमारी का शक्ति इसके द्वारा होता ഇത് है. പ്രാർത്ഥിച്ചാ മാറത്തില്ല, वो प्रार्थना करने से नहीं हटेगा, ഇത് ശാസിച്ചാ പോകത്തില്ല, ये डांटने से ഒരു नहीं हटेगा. വൈദ്യശാസ്ത്രത്തിന് തെളിയപ്പെടത്തില്ല. कोई वैद्य इसको जो है जांच नहीं ഇവിടെ पाएगा. നാം ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, इसमें हमें एक ही करना है, അപ്പന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. प्रभु के सन्निधि में समर्पित करना. അടുത്ത ഒരു കൂട്ടായ്മ ആ നിലവാരത്തിൽ ഉണ്ടാകുമ്പോൾ अगला एक संगति उस प्रकार होने से ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ തെറ്റിപ്പോയ പല സന്ദർഭങ്ങളുണ്ട്. प्रभु के सन्निधि में सौंप कर देना और बोलना, प्रभु मुझसे गलती वाला बहुत क्षेत्र है, അതിന്റെ തിക്തഫലങ്ങൾ ഞാൻ പലതും അനുഭവിച്ചു കഴിഞ്ഞു. उसका फल मैं अनुभव कर लिया हूँ. ഇന്ന് എനിക്ക് ഇതിന്റെ അകത്തുനിന്നൊരു വിടുതൽ ആവശ്യമാണ്. आज मुझे इससे एक छुटकारा चाहिए. ഇന്നത്തെ കർത്താവിന്റെ തിരുമേശ ഞാൻ എടുക്കുന്നത് आज मैं जो प्रभु बोझ ले रहा हूँ, വളരെ ദൈവസന്നിധി താഴ്മയോടെ വിശുദ്ധിയോടെ ഞാൻ ഇതിലേക്ക് കൈനീട്ടുകയാണ്. बहुत ही दीनता के साथ, पवित्रता के साथ मैं हाथ बढ़ाता हूँ. ലാഘവത്തോടെ കാണേണ്ട ഒരു ശുശ്രൂഷയല്ല കർത്താവിന്റെ തിരുമേശ ശുശ്രൂഷ. परमेश्वर का प्रभु बोझ जो है आलसीपन के द्वारा नहीं लेना है. അപ്പോസ്തലന്മാർ അപ്പം നുറുക്കിയും ആരാധന കഴിച്ചും പോകുന്ന അവരുടെ ആ ഒരു ശ്രേഷ്ഠത വലുതായിരുന്നു. परमेश्वर के चेले लोग रोटी तोड़ते तो वो आराधना करते थे, उसका उस श्रेष्ठ अनुभव. അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ഭയങ്കര ബലമായിരുന്നു, इसलिए ये उनके लिए एक बल था, അവർക്ക് ആരോഗ്യമായിരുന്നു, उनके लिए ताकत था, അവർക്ക് സൗഖ്യമായിരുന്നു, उनको चंगाई था, അവർക്ക് വിടുതലായിരുന്നു. उनमें छुटकारा था. ഞാനതിനൊരു പഴയ നിയമ വെളിപ്പാട് ഞാൻ പറയാം. उसमें एक प्रकाशन मैं कहता हूँ. ഇസ്രായേൽ മക്കളെ ദൈവം പുറപ്പെടുവിക്കുമ്പോൾ इसराइलियों को प्रभु जब बाहर निकाला ദൈവം था, അവർക്ക് കൊടുത്ത ഫുഡ് എന്നാ? तो उनको क्या भोजन दिया? മന്നയാ ദൈവം കൊടുത്തത്. मन्ना प्रभु दिया. ആ മന്നയെ കുറിച്ച് പുതിയ നിയമത്തിന്റെ അകത്ത് വെളിപ്പെടുത്തിയ വെളിപ്പാട് എന്നാണെന്നറിയാമോ? मन्ना के बारे में नया नियम में दिया हुआ प्रकाशन, ആ മന്ന യേശു കർത്താവ്, वो मन्ना यीशु मसीह है. ആ മന്ന യേശു തന്നെ, वो मन्ना यीशु അവനാ मसीह है. ജീവന്റെ അപ്പം, वही जीवन की रोटी है. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു. जो मुझे खाते मेरे द्वारा. മക്കളോട് പറയാം, ആ ഇസ്രായേൽ മക്കൾ वो इस्राएली लोग, ഒരു ബലഹീനരും ഉണ്ടായിരുന്നില്ല उनमें എന്ന. कोई भी बलहीन नहीं था. സ്വർഗത്തിലെ ആ ഒരു ഫുഡ് അവർക്ക് കൊടുത്തപ്പോൾ स्वर्ग का भोजन जब उन्हें दिया था, നിങ്ങൾ എഴുതിയത് ശരിക്കും മനസ്സിലാക്കണം. वो लिखा हुआ आप लोग अच्छी तरह समझना അവരുടെ है. കണ്ണ് മങ്ങിയില്ല, उनका आंख धुंधला नहीं हुआ, അവരുടെ ശരീരത്തിന് ബലഹീനത വന്നില്ല, उनके शरीर में कोई तकलीफ അവരുടെ नहीं हुआ, ചെരുപ്പ് തേഞ്ഞില്ല, उनका चप्पल घिसा അവരുടെ नहीं, വസ്ത്രം പഴകിയില്ല. उनका वस्त्र पुराना नहीं എന്നാ हुआ. കാര്യമെന്നറിയാമോ? क्या कारण है? അവർ കഴിച്ച ഫുഡ് അതാ, वो लोग खाए वो भोजन वो है, ഉലകത്തിലെ ഒന്നല്ല, वो संसार का नहीं ലോകത്തിൽ है, ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതല്ല, संसार का कोई बनाया हुआ അത് भोजन नहीं है, ഉയരത്തിന്ന് കൊടുത്തതാ. स्वर्ग से मिला हुआ അങ്ങനെയെങ്കിൽ भोजन. भागी അവന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി ഭക്ഷിച്ചവൻ. उसके शरीर के याद के लिए खाते हैं. പൗലോസിന് കിട്ടിയ വെളിപ്പാട് കറക്റ്റാ. पौलुस को मिला हुआ प्रकाशन सही था. അനേകർ നിദ്ര കൊള്ളത്തില്ല, अनेक लोग नहीं मरेंगे, ബലഹീനപ്പെടത്തില്ല, बलहीन नहीं होंगे, രോഗം വരത്തില്ല, रोग नहीं आएगा, വന്നാലും അതിനെ ജയിക്കാൻ, आने से भी छह അതിനെ पाएंगे, സൗഖ്യമാക്കാൻ आने से भी चंगा होगा. ഈ ഒരു ശുശ്രൂഷയിലൂടെ നടക്കും ദൈവമക്കൾ. ये सेवकाई के द्वारा होगा. ഇന്ന് രാത്രി ദൈവമക്കൾ ചിന്തിച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ ദൈവമക്കൾ आज തയ്യാറാകണം. रात को आप लोग स्वीकार करने तैयार അപ്പൊ ആ हो. രോഗം, ലാസ്റ്റത്തെ രോഗം എന്ന് പറയുന്നത് താവിന്റെ തിരുമേശയിലൂടെ വെളിപ്പെടുന്ന രോഗം. लास्ट वाला बीमारी प्रभु बोझ के द्वारा होने वाला है. ആഴമായിട്ടൊന്ന് തിരിച്ചറിയണം. आप लोग गहराई से समझे, എവിടെയാണ് നമ്മൾ തോറ്റുപോയിട്ടുള്ളത് എന്ന് ചിന്തിക്കണം. हम लोग कहाँ पे हार गए ഈ समझना ഭാഗത്തേക്ക് है. മടങ്ങി വന്ന് ഞാൻ അവസാനിപ്പിക്കാം. इस भाग में वापस आएंगे. 18 കൊല്ലമായി ഈ സഹോദരി
കൂനിയാൻ. 18 साल से स्त्री कुबड़ी है. ആരാധന ഒന്നും മുടക്കുന്നില്ല അവൾ. आराधना कभी मिस नहीं करती. ഓർത്തു നോക്ക്, ആരാധന മുടക്കാത്ത ഒരു സഹോദരി. आराधना मिस नहीं करने वाली स्त्री 18 വർഷമായിട്ട് കൂനിയ. 18 साल से कुबड़ी നമ്മളൊന്ന് है. ചിന്തിച്ചു നോക്കിയാൽ അറിയാം. हमें सोच कर देखिए, കൂനുള്ളവരുടെ ഒരു അവസ്ഥ, कुबड़ी है वाले की अवस्था, അവർക്ക് ശരിക്കും നിവർന്ന് നോക്കാനൊക്കത്തില്ല. वो सीधा देख नहीं पाएंगे. പലരുടെയും മുഖം പോലും അവർക്ക് കാണാനൊക്കത്തില്ല. अनेक लोग का मुंह भी नहीं देख പല पाएंगे. ശബ്ദങ്ങൾ കേട്ട് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്നവർ. कुछ लोगों का आवाज सुनकर उन्हें पहचानते हैं. ശരിക്കൊന്ന് തല ഉയർത്തി നോക്കാമെന്ന് വിചാരിച്ച നടക്കത്തില്ല. കാരണം അവളെ കൂനി വെച്ചിരിക്കുകയാണ്. अच्छी तरह सिर उठाकर देखेंगे सोचने से नहीं होगा, उसमें कुबड़ है वाले का अवस्था ऐसा സത്യത്തിൽ ही ഈ है. സഹോദരിയും നേരെ മുഖത്ത് പോലും ആരുടെ നോക്കാൻ പോലും ഒക്കാത്ത ഒരു അവസ്ഥ. ये बहन भी किसी का मुंह सीधा देख नहीं पाती, ऐसा अवस्था है. പക്ഷേ അവൾ തന്റെ രോഗത്തെക്കാൾ वो अपना बीमारी से बढ़कर ദൈവത്തിന്റെ ആലയത്തിൽ വരാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം. परमेश्वर के आलय में आना बहुत पसंद करती थी. അവളെ ബന്ധിച്ച രോഗം, उसको बांधा हुआ बीमारी, ആ രോഗം അവളിൽ നിന്ന് ആരാധനാലയത്തിൽ നിന്ന് അകറ്റിയില്ല. वो आराधनालय से उसे पीछे नहीं करा. നമ്മുടെയൊക്കെ പ്രശ്നം, हमारे क्या ചെറിയ രോഗം समस्या है? വന്നാൽ പിന്നെ നമ്മൾ ആലയത്തിൽ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. एक बीमारी आने से हम लोग आलय नहीं आते പക്ഷെ हैं. ഞാൻ പറയാം, രോഗം വന്നാലേ ഇതിനകത്ത് വരണം. रोग आने से इसके अंदर आना കാര്യം है. വിടുതൽ ദൈവമക്കളുടെ കൂട്ടായ്മയിൽ നടക്കും. छुटकारा संगति में होता है. വിടുതൽ ഇതിനകത്ത് നടക്കും. इसके अंदर में छुटकारा അവർ होगा. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനവും ആത്മസാന്നിധ്യവും ഒക്കെ പകരുന്നിടത്ത് ആര് കൈവയ്ക്കണ്ട, ഇതിനകത്ത് കേറിയ തന്നെ വിടുതല. उपवास और प्रार्थना करने वाले के झुंड में आने से ही छुटकारा है. അതൊരു പ്രത്യേക ബലമായി വരും. वो एक अलग बल है. പക്ഷെ ഇവിടെ അകത്തൊരു ചിന്ത ഉണ്ടായിരിക്കും, इसके अंदर में एक सोच था, എന്നെങ്കിലും എനിക്കൊരു നിവർന്നു നിൽക്കാൻ പറ്റും, कभी तो मैं सीधा खड़ा होऊंगा, എന്നെങ്കിലും എന്നെ കർത്താവ് ഒന്ന് തൊടും, कभी तो प्रभु मुझे ദൈവം छुएगा, എന്നെ വിടുവിക്കും. प्रभु मुझे ഇവിടെ അസുഖത്തെ കുറിച്ച് അവർക്ക് അത്ര ഒരു വലിയ പ്രയാസം തോന്നിയിട്ടുമില്ല. उसकी बीमारी को सोचकर उतना चिंतित नहीं थी. അതുകൊണ്ട് തന്നെ ആരോടും പരിഭവമൊന്നും പറഞ്ഞില്ല. इसीलिए वो किसी से भी वो बात बोली नहीं है. നമ്മളൊരു ചെറിയ കാലുവേദനയാണെങ്കിൽ ഒരു 10 പേരെങ്കിലും കുറഞ്ഞതറിയും. हम लोगों को एक पाँव दर्द है तो 10 जो लोग से हम बोलते हैं. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഇനി 10 പേരറിഞ്ഞില്ലെങ്കിൽ ഒരു 3 പേരെങ്കിലും അറിയും. 10 नहीं तो 3 जन को तो बोलेंगे. കാരണം നമ്മുടെ വീടിനകത്തുള്ളവരെങ്കിലും അറിയും. हमारे घर में है वाले लोग उससे तो बोलेंगे. ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അറിയിക്കും. बोल के भी वो ध्यान नहीं दिए तो हम लोग फिर से बोलेंगे. വീണ്ടും വീണ്ടും അറിയിച്ചിട്ടും അതിനെ അത്ര അങ്ങോട്ട് ഗവനിച്ചില്ലെങ്കിൽ फिर से बोल के भी ध्यान नहीं दिए तो പിന്നെ പ്രാർത്ഥനയല്ലേ മുടക്കാൻ പറ്റത്തുള്ളൂ. फिर तो प्रार्थना तो रोक सकते हैं. ആണ്ട പെണ്ണങ്ങല്ലാരും പിന്നെ പ്രാർത്ഥന മുടക്കും. फिर प्रार्थना रोक दे. ये बात बाहर ചിലരുടെ आता है. രോഗത്തെ കുറിച്ച് ഇവക്ക് അത്ര ഒരു പരിഭവമൊന്നുമില്ല. लेकिन इसका रोग के बारे में ये चिंतित नहीं थी. കാര്യം 18 വർഷമായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. 18 साल से कुबड़ी है. ഏതെങ്കിലും ഒരു അവസരത്തില് कोई भी एक अवसर में എന്റെ ദൈവം എന്നെ തൊടുമെന്ന് ഒരു പക്ഷേ ഇവക്കാകത്തൊരു मेरा വിശ്വാസം. प्रभु मुझे छुएगा करके उसको ഞാൻ उम्मीद ഇന്ന് था. രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, आज रात को मैं कहता हूँ, ഈ മീറ്റിംഗിൽ എല്ലാ സമയവും നമ്മളെ ദൈവം തൊടണമെന്ന് നിർബന്ധമില്ല. ये मीटिंग में हर समय प्रभु हमें ഞാൻ छूना പലപ്പോഴും जरूरी ഞാൻ नहीं है. പറഞ്ഞിട്ടുള്ള ഒരു പദം ഞാൻ പറയാം. कई बार मैं बोला ഈ हूँ, 1 മണിക്കൂറത്തെ 1.5 മണിക്കൂറത്തെ മീറ്റിംഗിൽ 1 या 1.5 घंटे का मीटिंग, ഏതോ ഒരു സമയമുണ്ട് നിന്നെ തൊടാൻ. कोई एक समय आपका है, ഏതോ ഒരു വാക്കുണ്ട് നിന്നെ ചലിപ്പിക്കാൻ. कोई एक शब्द है आपको छेलाने അതൊരു के लिए. പാട്ടിന്റെ ശകലമായിരിക്കാം, वो गीत का एक शब्द അതൊരു होगा, പക്ഷെ വചനത്തിന്റെ ചെറിയൊരു വേളായിരിക്കാം, वचन का एक शब्द होगा, അല്ലെങ്കിൽ പറയുന്ന ചില അനുഭവത്തിന്റെ ചില വേർഡ്സ് ആയിരിക്കാം. अनुभव का कुछ शब्द होगा. അതുകൊണ്ട് ഇതെല്ലാം എനിക്കുള്ള അതൊന്നും അല്ല. ये सब मेरा है, നിനക്കുള്ളത് समझ തമ്പുരാൻ ടച്ച് ചെയ്യും. आपका जो है प्रभु आपको छुएगा. നമുക്കുള്ളത് ദൈവം തൊടും നമ്മളെ. हमें जो चाहिए प्रभु हमें പക്ഷെ देगा. നമ്മളെ തൊടുമ്പം വിട്ടുകൊടുത്തേക്കണം. प्रभु हमें छूता है तो समर्पित ഈ करना സഹോദരി है. ഒരുപക്ഷെ മനസ്സിനകത്ത് അവളുടെ ജീവിതത്തിനകത്ത് അവൾ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി കാണും, എന്റെ ദൈവം ഒരു ദിവസം എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. वो अपने मन में गहराई से सोची होगी, प्रभु मेरा अवस्था में बदलाव लाए. ഞാൻ ഇങ്ങനെ പറയാം, मैं ऐसा कहता हूँ, ജീവിതത്തിൽ അവൾ 1ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു. जीवन में प्रथम स्थान प्रभु को दिया. ഏത് ദുരാത്മാവ് നിന്റെ കുടുംബത്തെ വേട്ടയാടിയാലും, कोई भी दुष्टात्मा आपके परिवार ഏത് को हमला രോഗത്തിന് करे, നീ അടിമപ്പെട്ടാലും, कोई भी बीमारी का आप ഏത് अधीन होने से ദുഷ്ട भी, ശക്തിക്ക് നീ അടിമപ്പെട്ടാലും, कोई भी दुष्ट शक्ति का आप ഞാൻ अधीन ഇന്ന് होने പകൽ से, ദൈവമക്കളോട് പറയാം, आज मैं कहता हूँ, 1ാമത് സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. प्रथम स्थान प्रभु को देना है. പ്രഥമ സ്ഥാനം നീ ദൈവത്തിന് കൊടുത്താൽ प्रथम स्थान प्रभु को देने से ദൈവത്തിന് നിന്നോട് ചില വിടുതൽ വെളിപ്പെടുത്താനുണ്ട്. प्रभु आप में कुछ छुटकारा ദൈവത്തിന് करेगा. നിന്നോട് ചിലത് പറയാനുണ്ട്. प्रभु आपसे कुछ ദൈവം कहेगा. നിന്നെ വിടുവിക്കാൻ ശക്തനാ. प्रभु आपको छुड़ाने से അവളെ ദൈവം സൗഖ്യമാക്കുവാൻ इसे प्रभु चंगा करता है. ദൈവം ഇവക്ക് വേണ്ടി ഇറങ്ങി വരിക. प्रभु इसके लिए उतर कर आता യേശു है. കർത്താവ് നോക്കിയപ്പോ കൂനിയായ സ്ത്രീയെ കണ്ടു. मसीह देखा
देखा तो एक कुबड़ी स्त्री को देखा, അവിടെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ വാക്യം ഉപദേശിച്ചു കൊണ്ടിരിക്കുക. उपदेश दे रहा ആ था. ഉപദേശം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ उपदेश देने के बाद में കർത്താവ് ഇറങ്ങി അവളെ തൊട്ടു. प्रभु उतरकर उसे छुड़ा. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, मैं आप लोगों से कहता हूँ, ഉപദേശം കഴിഞ്ഞാലേ തൊടത്തുള്ളൂ. उपदेश देने के बाद ही ഉപദേശം छुएगा. കേൾക്കാൻ മനസ്സുണ്ടായാലേ വിടുതൽ നടക്കത്തുള്ളൂ. उपदेश सुनने मन है तो എന്ന് छुटकारा പറഞ്ഞാൽ होगा. വചനം നിന്റെ അകത്ത് കേറി എന്ന് ദൈവം കണ്ടു കഴിഞ്ഞാൽ, वचन आपके अंदर चढ़ा करके प्रभु വചനത്തെ देखने से, ഏറ്റെടുത്തു എന്ന് ദൈവം കണ്ടു കഴിഞ്ഞാൽ, वचन को आप स्वीकार करेंगे प्रभु देखने വചനത്തെ നീ से, പ്രാപിച്ചു എന്ന് ദൈവം കണ്ടു കഴിഞ്ഞാൽ, वचन को आप प्राप्त किएगा ഇനി പിശാചിന് നിന്റെ വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല. अभी शैतान तेरे घर में नहीं ഇനി रहेगा ഇതിന് നിന്റെ കുടുംബത്തെ വേട്ടയാടാൻ പറ്റുകയില്ല. और इसमें तुम्हारे परिवार को All अपना the नहीं करेगा. sport തന്നെ കർത്താവ് അവളെ സൗഖ്യമാക്കുകയാ. उसी क्षण प्रभु उसे चंगा करता है. അവനെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ദേവാലയത്തിനകത്ത് വരാതിരിക്കത്തില്ല. प्रभु मुझे चंगाई देने से भी नहीं देने से भी मैं आराधनालय में आने से नहीं रुकूंगा. ഇതും നമ്മുടെ തീരുമാനമായിരിക്കണം. ये हमारा निर्णय होना है. വിശ്വാസത്തോടെ നമ്മൾ വരണം. विश्वास में हमें आना है. അവരെ കേൾക്കുന്നു, വിശ്വാസത്തോടെ തന്നെ വരണം. विश्वास के साथ आना है. ദൈവനെ തൊടുമെന്ന് വിശ്വസിക്കണം. प्रभु मुझे छुएगा करके ഇനി आना है. ദൈവനെ തൊട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, प्रभु मुझे छुए या ना ഞാൻ ഈ छुए, ആരാധന മുടക്കത്തില്ല. मैं आराधना मिस नहीं ഞാൻ ഈ करूंगा. പ്രാർത്ഥന മുടക്കത്തില്ല. मैं प्रार्थना मिस नहीं എനിക്ക് കിട്ടുന്ന करूंगा. അവസരത്തെ ഞാൻ ഓടിയെത്തും. मिलने वाला अवसर में ഞാൻ दौड़ के ചിലത് पहुंचूंगा. പ്രാപിക്കാനിടയാകും. मैं कुछ पाऊंगा. ഞാൻ ഈ വചനങ്ങളെ കേൾക്കും. मैं वचन ഞാൻ सुनूंगा. സമയം കണ്ടെത്തി വചനത്തെ കേട്ട് ദൈവിക ബലത്തെ ഞാൻ പ്രാപിക്കും. मैं समय निकाल कर प्रभु का वचन सुनकर छुटकारा पाऊंगा. ആമേൻ. ഇത് നമ്മുടെ തീരുമാനമായിരിക്കണം. ये हमारा निर्णय होना ഇതൊരു है. തീരുമാനം നമുക്കുണ്ടെങ്കിൽ, ऐसा निर्णय हमें ഞാൻ तो പറയാം, തീ എത്ര ചൂട് വർദ്ധിപ്പിച്ചാലും आग का गर्मी कितना भी बढ़ा है, ഭക്തന്മാരുടെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാകത്തില്ല. भक्तों का निर्णय में बदलाव नहीं ഇല്ലെങ്കിൽ होता है. ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ നമ്മുടെ തീരുമാനത്തിന് മാറ്റം വരും. नहीं हो तो कुछ लोगों को देखने से हमारा निर्णय ആമേൻ. തീയെ बदलेगा. കാണുമ്പോൾ നമ്മുടെ തീരുമാനത്തിന് മാറ്റം വരും. आग को देखने से हमारा निर्णय ചൂട് बदलेगा. വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തീരുമാനത്തിന് മാറ്റം വന്നില്ല. गर्मी बढ़ता है बोला तो निर्णय बदला नहीं. എന്തുകൊണ്ട് മാറ്റം വന്നില്ല? क्यों नहीं बदला? എടുത്ത തീരുമാനം അത് ഉറച്ചതായിരുന്നു. लिया हुआ निर्णय दृढ़ता ഞാൻ से പറയാം, था. എടുക്കുന്ന തീരുമാനം ഉറച്ചതാണെങ്കിൽ लेने वाला निर्णय दृढ़ है ഈ तो രാത്രി ദൈവമക്കൾ കുറിച്ചിട്ട് आज रात को आप लिख के ഒരു रखिए, വിടുതൽ നമ്മുടെ മേൽ വെളിപ്പെടും. जरूर एक छुटकारा हमें കത്തുന്ന होगा. ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചാലും आग का गर्मी 7 गुना बढ़ाने से भी തീക്കകത്തോടെ കെട്ടുകൾ അടിയപ്പെട്ടവരായി നടത്തുന്ന ഒരു നല്ല ദൈവത്തെ ആരാധിക്കുന്നത്. बंधन खोलकर हमें चलाने वाला प्रभु को हम आराधना करते ഒരു हैं. തീക്ക് കത്തിച്ചു കളയാനോ പറ്റുകയില്ല. कोई भी आग आपको जला नहीं पाएगा, കാരണം എടുത്ത തീരുമാനം പവറാണ്. क्योंकि हमारा निर्णय നിങ്ങളെടുത്ത सामर्थ्य है. തീരുമാനം അത് തന്നെയായിരിക്കാം. इसका निर्णय भी उसी കാരണം प्रकार ഞാൻ था. ആരാധനാലയത്തിൽ കടന്നു പോകും. मैं आराधनालय जाऊंगी, അതുകൊണ്ട് തന്നെ അവിടെ സമയമായിരുന്നു. इसलिए उसका समय था. ആരാധിക്കുന്നവരുടെ ഹൃദയങ്ങളെ കാണുന്ന ഒരു ദൈവമാണ്. आराधना करने वाले को हृदय को देखने वाला प्रभु. 2 ദിനവൃത്താന്ത പുസ്തകം 16:9 ഇങ്ങനെ പറയുന്നത്, 16 का 9 कहता है, യഹോവയുടെ ദൃഷ്ടി തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായി ഇരിക്കുന്നവർക്ക് വേണ്ടി ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. प्रभु की दृष्टि सभी लोग को देखता है. ആരാധിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. आराधना करने वाले को, प्रार्थना करने वाले को प्रभु हर समय देखता है. അവളെ കർത്താവ് അടുക്കലേക്ക് വിളിച്ചു. उसे प्रभु करीब बुलाया. യേശു അവിടെ ഭൂതത്തെ ശാസിച്ചു. यीशु उसका दुष्टात्मा को शासित किया, രോഗബന്ധനത്തെ അടിച്ചു. उसका रोग का बंधन खोल दिया. അവളെ വിട്ടുമാറി. वो शैतान का शक्ति उसे छूटकर निकल गया. അവർ നിവർന്നു നിന്നു. वो सीधी खड़ी हो गई. നിന്നത് മാത്രമല്ല, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. वो खड़ी हुई सिर्फ नहीं, അവൾ ദൈവത്തിന് മഹത്വം കൊടുത്തു, സന്തോഷിച്ചു. वो प्रभु का महिमा दिया, आनंद हुआ. അവള് മാത്രമല്ല, वो सिर्फ नहीं, കൂടെ നിന്ന സകല പുരുഷാരവും ദൈവത്തിന് മഹത്വം കൊടുത്ത് സന്തോഷിച്ചു. उसके साथ में थे वाले सारे लोग प्रभु का महिमा दिया और आनंद മക്കളെ, मनाए. നമ്മുടെ വിടുതൽ മറ്റുള്ളവരുടെ സന്തോഷമായി മാറും. हमारा छुटकारा दूसरों को आनंद का कारण होना है, ദൈവത്തിന് മഹത്വമായി മാറും. प्रभु का महिमा होना പക്ഷേ है. ഇവിടെ ഈ ഒരു വിടുതൽ കിട്ടിയപ്പോൾ एक छुटकारा पाने के बाद ചില പുള്ളികൾ നീരസപ്പെട്ടു. कुछ लोग उससे नाराज हो गए. ഒന്ന് വായിച്ചേ 14-ാമത്തെ വാക്യം. 14 वचन, സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. सरदार रसियाया, ദേഷ്യം വന്നു. उनको नाराजगी എനിക്ക് हुआ. ഇപ്പോഴാണ് സൗഖ്യമാക്കാൻ കണ്ട സമയം. तेरे को अभी चंगा करने का समय मिला. ശബത്താ ഇന്ന്. आज सबत है, ഇന്ന് ആരെയും സൗഖ്യമാക്കി കൂടാ. आज किसी को चंगा नहीं करते हैं. കർത്താവ് നല്ല മറുപടി, ചുട്ട മറുപടി എന്നൊക്കെ പറയത്തില്ലേ, प्रभु अच्छा जवाब नहीं देगा क्या? അതുപോലെ മറുപടി കൊടുത്തു. 16-ാമത്തെ വാക്യം വായിച്ചു. 16 वचन, ഞാൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ആബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ബന്ധനമഴിച്ചു വിടേണ്ടതല്ലേ?
എടാ ഇത് നേരത്തെ നീ ചെയ്യേണ്ടതായിരുന്നു. ये तो तू पहले करना था. എടാ പള്ളിപ്രമാണി 18 വർഷമായിട്ട് ഈ സഹോദരി ഇതിനകത്ത് വരുക. आराधनालय के सरदार ये स्त्री 18 साल ഇവിടെ से ബന്ധനങ്ങളെ നീ यहाँ നേരത്തെ അഴിച്ചുവിടേണ്ടതായിരുന്നു. पे है. बंधन को पहले तू खोलना പക്ഷേ था. ഉപദേശിച്ച ക്രിസ്തുവിന്റെ മുൻപിൽ उपदेश दिया मसीह के സകല ഭൂതങ്ങളെ കീഴടങ്ങുന്ന യേശുവിന്റെ മുമ്പിൽ सारे भूत अधीन होते हैं. യേശുവിനെ ഇവളെ സൗഖ്യമാക്കിയേ പറ്റൂ. यीशु को इसको चंगा കാരണം ഇവളും അബ്രഹാമിന്റെ സന്തതിയല്ലോ. क्योंकि ये भी अब्राहम की बेटी थी. രാത്രി ദൈവമക്കൾ വിശ്വസിക്കുക, आज रात को विश्वास करे കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയും. वो करता कुछ कर ഇന്ന് सकते രാത്രി हैं. ആ കണ്ണുകളൊന്ന് മൂടിക്കേ, आंखें बंद ഒരു करें, നിമിഷം ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി प्रभु की ओर देखिए, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു. प्रभु के सनिधि में समर्पित കേട്ട करें. വചനത്തിനു മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. सुना हुआ वचन के आगे നമ്മൾ समर्पित ആരും करें. ബന്ധിക്കപ്പെട്ടു പോകല്ലേ. हम लोग कोई भी बंधन में नहीं पड़ना. ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. बंधन को खोलने वाला हमारे बीच में है. ആരാധിക്കുന്ന യേശുവിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ, आप जो आराधना करते यीशु खोल सकता രോഗങ്ങളെ है. മാറ്റാൻ പറ്റും, आपकी बीमारी को चंगा कर सकता है. आपकी समस्या से छुड़ा सकता है. പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റും. आपकी तकलीफ से छुड़ा ഇവിടെ सकता ഏത് है. സാഹചര്യത്തെയും കർത്താവിന് സൗഖ്യമാണ്. हमारा कोई भी अवस्था प्रभु छुड़ा सकता ഈ है. സഹോദരിക്ക് വിടുതൽ കിട്ടിയതുപോലെ, ये बहन को छुटकारा मिला उसी രോഗികൾക്ക് प्रकार. വിടുതൽ കൊടുക്കുന്നത് പോലെ, रोगियों को चंगाई देने की उस ദൈവസന്നിധി प्रकार. സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വിടുതൽ കിട്ടും. प्रभु के सनिधि में समर्पित करने वालों को छुटकारा അകത്തൊരു मिलता നല്ല है. തീരുമാനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. हमारे अंदर में एक अच्छा निर्णय के साथ വിടുതൽ आगे बढ़े. തരുന്ന ദൈവത്തെ മുറുകെ പിടിക്കാം. छुटकारा देने वाले प्रभु को ആ വിടുതൽ ആത്മാവിൽ ഏറ്റെടുക്കാൻ ദൈവം वो സഹായിക്കും. छुटकारा आत्मा में हम स्वीकार